പുറത്താക്കുക എന്നത് പാർട്ടിക്കകത്തെ പ്രശ്നം പരിഹരിക്കുന്നതിനു പകരം എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം തേടലാണെന്ന് പി.കെ. ശശി. ഏതെങ്കിലും നേതാവിന്റെ പെട്ടിയെടുക്കാനോ പിന്നാലെ പോകാനോ ഓച്ചാനിച്ചു നിൽക്കാനോ കുടപിടിക്കാനോ പി.കെ. ശശി ആയുസ്സിൽ തയ്യാറല്ലെന്നും ശശി മാധ്യമങ്ങളോട് പറഞ്ഞു. നിങ്ങൾ എന്നെ അല്ലല്ല, ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകര് എന്നെ കാണാൻ തുടങ്ങിയിട്ട് കാലത്തിലായി. ഏതെങ്കിലും ഒരു നേതാവിന്റെ പെട്ടിയെടുക്കാനോ അതിന്റെ പുറകെ പോകാനോ ഓച്ചാനിച്ച് നിൽക്കാനോ കുടപിടിക്കാനോ ആയുസ്സിൽ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ശശി മരിക്കുന്നത് വരെ തയ്യാറാവില്ല. ഒരാളെ പുറത്താക്കിയത് കൊണ്ട് അവരൊന്നും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമുണ്ടാകില്ല. താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് പാർട്ടി അറിഞ്ഞു നൽകിയ സ്ഥാനമാനങ്ങളാണ് തനിക്ക് ലഭിച്ചത്. അല്ലാതെ ഇവന്റെയൊന്നും സൗജന്യമല്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിന്റെ വിമർശനത്തിന് മറുപടിയായി പി.കെ. ശശി പറഞ്ഞു. പല ആരോപണങ്ങൾ അത് ഇവന്റെ ഒന്നും സൗജന്യത്തിന്റെ ഭാഗമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സന്ദർഭത്തിൽ ഈ പാർട്ടി അറിഞ്ഞു നൽകിയതാണ്. പാർട്ടിയോട് ആവശ്യപ്പെട്ട് നൽകിയതല്ല, അറിഞ്ഞു നൽകിയ സ്ഥാനങ്ങളാണ്. ആ സ്ഥാനങ്ങളൊക്കെ ശരിയായ രൂപത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതില് പെട്ടിതൂക്കികളായ ആളുകൾക്ക് എല്ലാ സ്ഥാനമാനങ്ങളും കൊടുക്കാം. അതിലെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏതെങ്കിലും നേതാവിന്റെ പെട്ടിയെടുക്കാനോ പിന്നാലെ പോകാനോ ഓച്ചാനിച്ച് നിൽക്കാനോ കുടപിടിക്കാനോ പി.കെ. ശശി ആയുസ്സിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ശശി മരിക്കുന്നതുവരെ അതിന് തയ്യാറാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം അവരുടെ കയ്യിലാണ് ഈ സംവിധാനം എന്നുള്ളതുകൊണ്ട് അവർക്ക് പുറത്താക്കാനുള്ള സമ്പൂർണമായ അധികാരം അവർക്കുണ്ട്. ഇതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മള്. കാരണം സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളൊരു കൺവെൻഷൻ വിളിച്ചു കൂട്ടുന്നു, കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആ കൺവെൻഷൻ വിളിക്കുന്ന സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അവർ എളുപ്പത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം ചെയ്യണം. ഈ ആളെങ്ങ് പുറത്താക്കിയാൽ മതി. പക്ഷെ ഈ ഒരാളെ പുറത്താക്കിയത് കൊണ്ട് അവരൊന്നും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാവില്ല. തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണ്. സുരേഷ് ബാബുവിന് തന്നോട് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. ആരോപണങ്ങൾ തെളിയിക്കാനുള്ള സുരേഷ് ബാബുവിന്റെ വെല്ലുവിളി സ്വീകരിക്കുന്നുവെന്നും പി.കെ. ശശി പറഞ്ഞു. പിന്നെ സാമ്പത്തിക ആരോപണം ചിരിച്ചത് ഞാൻ ചോദിക്കട്ടെ, ശശിയെ പറ്റിയിട്ട് സാമ്പത്തിക ആരോപണം ഈ ദുനിയാവിൽ ആരെങ്കിലും പറഞ്ഞാൽ എന്നെ അറിയുന്ന ആരെങ്കിലും അംഗീകരിക്കുന്നു? എന്നെയും എന്റെ കുടുംബത്തെയും അറിയുന്ന ഏതെങ്കിലും ഒരാള് ഈ ദുനിയാവിൽ അംഗീകരിക്കും? വിശ്വസിക്കുന്നത് ഏതെങ്കിലും തെളിവുണ്ടോ ഇവരുടെ കയ്യിൽ? ഇത് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. സഖാക്കളോട് പച്ച നോണ. പാർട്ടി അതാണ് ഞാനൊരു എന്റെ പ്രസംഗത്തിൽ ഒരു ഭാഗം പറഞ്ഞു. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെന്നായിരുന്നു. കാരണം കമ്മിറ്റിയിൽ പോകുന്നു, കമ്മിറ്റിയിൽ കുറെ ആളുകളെ പിടിക്കുക, സ്വകാര്യം എന്നെ അന്നതാക്കാം, ഓഫർ കൊടുക്കുക, അവരെ കൊണ്ട് പരാതി എഴുതിപ്പിക്കുകയാണ്. അതിന്റെ മുകളിൽ ഇഷ്ടമുള്ളൊരു കമ്മീഷനെ വെക്കുകയാണ്. കമ്മീഷനെ ആരെങ്കിലും വെക്കില്ല, ഇയാൾക്ക് താല്പര്യമുള്ള ആളുകളെ കമ്മീഷനാക്കും. സംശയം എന്താ? അയാൾ അടങ്ങുന്ന റാക്കറ്റ് ഉണ്ട് അവിടെ. അതുകൊണ്ട് ഒരു ജില്ലാ സെക്രട്ടറിയുടെ മാത്രം അയാൾ പ്രധാന പ്രതി, അയാളെ മാത്രം മാറ്റിയത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല. എന്തെല്ലാം തരത്തിലുള്ള ഭീഷണിയാ വരുന്നത്? ഭീഷണിക്കുന്ന ഒരു പുൽക്കൊടിന്റെ വില പോലും നമ്മളാരും കൽപ്പിക്കില്ല. അതൊക്കെ എത്ര കണ്ടതാ. കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ CPIM-ന്റെ നേതൃത്വം ഇപ്പൊ സ്വീകരിക്കുന്ന നിലപാട് കഴിവുള്ള ഒരാളെ അംഗീകരിക്കില്ല, മന്ദന്മാരെയാണ് ഈ പാർട്ടിക്ക് വേണ്ടത്. പച്ചക്ക് ഞാൻ പറഞ്ഞുതരാം, മന്ദന്മാരെ വേണം, ഒന്നിനും കൊള്ളാത്തവരാണ്, ചപ്പുകളെയാണ് വേണ്ടത്. കുശിലുള്ള ആളെ പറ്റില്ല. ആരടാന്ന് ചോദിച്ചാൽ നിവർന്ന് വന്ന് നെഞ്ഞു വിരിച്ച് ഞാനടാ എന്ന് പറയുന്ന ഒരാളെയും ഈ പാർട്ടിക്ക് ഇപ്പൊ വേണ്ട. മന്ദന്മാരെ പറഞ്ഞത് അപ്പടി പെട്ടിയെടുക്കുന്ന ആളുകളെ വേണം. പെട്ടിയെടുക്കാനൊക്കെ. CCN മണ്ണാർക്കാട്.